കണ്ണടിച്ചാലും കാണാൻ പറ്റും, പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാതാനും. എന്താന്ന് പറയാവോ? എന്റെ അനന്തരവാ, നിന്റെ ഈ കടങ്കഥയ്ക്ക് ഒരു ചെറുകഥ വല്ലതും ഉണ്ടോ? എന്ന് വെച്ചാൽ ക്ലൂ വല്ലതും ഉണ്ടെങ്കിൽ പറയടാ മോനെ. അമ്മാവ, ഇത് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഓ, അതെങ്ങനെ ഇഷ്ടമാവും? കണ്ണടച്ചിരുന്നാലും കാണാൻ സാധിക്കും, പക്ഷേ അങ്ങനൊന്നും ഇല്ലതാനും. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്റെ അനന്തരവാ, ഐ ഗിവ് അപ്പ്. എന്റെ അമ്മാവ, അതായത് സ്വപ്നം, ഡ്രീം. കണ്ണടിച്ചിരുന്നാലും കാണാൻ പറ്റും, പക്ഷെ അങ്ങനൊന്നും ഇല്ലാതാനും. അമ്മാവന് സ്വപ്നം കാണാൻ ഇഷ്ടമല്ലേ? മോനെ, നീ പറഞ്ഞത് വളരെ ശരിയാണല്ലോ. സ്വപ്നം ഇത്തിരി കുഴപ്പം പിടിച്ച കടങ്കഥയായിരുന്നു. ഞാനിത് എന്തെങ്കിലും ബെറ്റ് വെച്ചിട്ട് ബല്ലാ സാറിനോട് ചോദിച്ചോളാം. വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. എന്റെ പേര് സുൽത്താൻ. എന്നതേ അവിടം വരുന്ന ആക്കിയാ മതി. ഓ, അതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? ലിഫ്റ്റ്. ഇവിടെ ലിഫ്റ്റ് ചോദിക്കുന്നത് ഈ രീതിയിലാണോ? എന്റെ നല്ല ജീവൻ അങ്ങ് പോയല്ലോ. പക്ഷെ നിങ്ങൾക്ക് എവിടെയാ പോവേണ്ടത്? സത്യത്തിൽ ഈ സുൽത്താൻ പോകുന്നത് വേൾഡ് റെസ്ലിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനാ. എനിക്ക് ഗോൾഡ് മെഡൽ വാങ്ങണം. അതേ മിമിക്രി അങ്കിൾ, എവിടേക്കാ പോവേണ്ടതെന്ന് ഇനിയെങ്കിലും പറഞ്ഞൂടെ? എനിക്ക് ആദ്യം പോകേണ്ടത് ഗോദയിലേക്കാണ്, ഈ ഗുസ്തി പഠിക്കാനേ. പക്ഷേ ഞങ്ങൾ ബല്ലാ സാറിനെ റിസീവ് ചെയ്യാൻ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് നിന്നെ ഗോദയിൽ ഇറക്കി വിടാം. വേഗം കയറിയിരിക്കേ, അല്ലെങ്കിൽ തന്നെ താമസിച്ചിരിക്കുക. ഞാൻ ഇപ്പൊ തന്നെ വ്യായാമം തുടങ്ങാൻ പോവുക. എനിക്ക് എന്തായാലും ഗോൾഡ് മെഡൽ വാങ്ങിച്ചേ പറ്റൂ. അയ്യോ, താൻ എന്താണോ ചെയ്യുന്നത്? താൻ എന്ത് ഭ്രാന്തായി ചെയ്തത്? മിമിക്രി അങ്കിൾ, നിങ്ങൾ ഈ സ്കൂട്ടറിനെ ഹെലികോപ്റ്ററാക്കി മാറ്റിയോ? എന്റെ അമ്മ! അടുത്തതായി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഫയൽവാൻ മസ്ബൂർ. ഇദ്ദേഹത്തിന് 100 ആനകളുടെ ശക്തിയുണ്ട്. ഫണ്ടൂസ് നഗറിലെ ആർക്കെങ്കിലും ഒരാൾക്ക് ഇദ്ദേഹവുമായി ഏറ്റുമുട്ടാനുള്ള ശക്തിയുണ്ടെന്ന് നോക്കട്ടെ. ഏയ്, ഏയ്, നീ ആരാണ്? ഓർമ്മയുണ്ടോ എന്റെ പേര്? ഫണ്ടൂസ് നഗറിന്റെ അഭിമാനം സുൽത്താൻ. അത് ശരി. ഈ ഫയൽവാൻ മസ്ബൂത്തിനോട് ഏറ്റുമുട്ടാൻ ഒരു പുതിയ ഗുസ്തിക്കാരൻ വന്നിരിക്കുകയാണ്. ഫയൽവാൻ സുൽത്താൻ. വേണ്ട, ഞാനൊരു തമാശ. ശരി, ഗുസ്തി ആരംഭിക്കട്ടെ. ഹായ്, ബല്ലേ ബല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യാൻ? എന്തിനുവാ? എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാ. അയാളെ ഇക്കിളിയാക്കും മിമിക്രി അങ്കിൾ. ഇനി എന്ത് ചെയ്യാൻ? എന്തിനുവാ? അയാളുടെ കാലുകളിൽ നിങ്ങളുടെ കാലിൽ പിണച്ചു വെക്കൂ, പിന്നെ അയാൾ സ്വയം വീണു.
ഇതാണ് പറ്റിയ സമയം. മസ്ബൂത്തിനെ താഴെ തള്ളിയിടൂ. എന്താ ഒരു പ്രത്യേക മണം. അത് കൊള്ളാം. ഈ ഗുസ്തിക്കാരന്റെ ദേഹത്തുനിന്ന് മുല്ലപ്പൂവിന്റെ എണ്ണയുടെ മണമാണ് വരുന്നത്. ഇന്നത്തെ വിജയിയായിരിക്കുന്നത് സുൽത്താൻ. ഇനി നാളത്തെ ഫൈനൽ മാച്ചിനും ഗുസ്തിക്കാരൻ സുൽത്താനായിരിക്കും കളിക്കുക. ഫയൽവാൻ ശക്തിലാലായിരിക്കും എതിരാളി. അനന്തരവ നീ ടൈം ഒന്ന് നോക്ക്. ബല്ലാ സാറിന് ട്രെയിൻ വന്നിട്ടുണ്ടാവും. നീ വേഗം വാ മോനെ. ഈ അമ്മാവനെ അനന്തരവനെ കാണാനില്ലല്ലോ. യൂസ്ലെസ്, ഒരു പ്രയോജനവുമില്ലാത്തവർ. ഈ പോരിച്ച സ്യൂട്ട് കേസ് ഇനി ഞാൻ തന്നെ ചുമക്കേണ്ടി വരുമല്ലോ. ഐഡിയ. മാറിക്കോ, എന്റെ വഴിന്ന് മാറിക്കോ. മര്യാദയ്ക്ക് മാറി നിൽക്കാൻ. ക്ഷമിക്കണ സഹോദരി, ഒരല്പം തൃപ്തിയുള്ളത് കൊണ്ടാണ്. വഴിന്ന് മാറിക്കോ. മാറിക്കോ. അതെ സാറ്, എങ്ങോട്ട് പോകേണ്ടത്? അതെനിക്കറിയാം. താൻ ചെല്ല്. കേട്ടല്ലോ, തനിക്ക് വാടക തരാൻ വേണ്ടി ഞാൻ വല്ല മണി പ്ലാന്റ് വളർത്തുകയാണോ? പണം അങ്ങനെ മരത്തിൽ കായ്ക്കുന്നൊന്നും അല്ല. കള്ളൻ. എന്റെ സ്യൂട്ട് കേസ് കള്ളം കൊണ്ടുപോയ ആരെങ്കിലും ചെന്ന് അവനെ പിടിക്കൂ. നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു? ഒരു കള്ളന്റെ സ്യൂട്ട് കേസ് തട്ടിക്കൊണ്ട് പോയി. അയ്യോ, അതിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നോ ബല്ലാ സാറേ? പിന്നെ ഇല്ലാതിരിക്കുമോ? 10 വർഷങ്ങളായി സൂക്ഷിച്ചു വെച്ചിരുന്ന എന്റെ വസ്ത്രങ്ങളായിരുന്നു അതില്. എന്റെ മുതല് പോയേ, എന്റെ ജീവിതം തന്നെ തകർന്നേ. അപ്പ സൂട്ട് കേസിന് നല്ല ഭാരം ഉണ്ടാവല്ലോ. എന്നിട്ടും കള്ളൻ അതുമായിട്ട് കടന്നു കളഞ്ഞോ? ഓ, കള്ളൻ ശരിക്കും ഒരു കുസ്തിക്കാരനെ പോലെ ഉണ്ടായിരുന്നു. അനന്തരമോ ഞാൻ അവനെ പിടികൂടുകയും ചെയ്തതാ. പക്ഷെ അവൻ രക്ഷപ്പെട്ടു പോയി. ഇനി എന്ത് ചെയ്യാനാ സാർ? എഴുന്നേറ്റ് വരൂ. അയ്യോ, എന്തായാലും എന്റെ കൈ വഴുതി പോകുന്നു. അതിനെന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ കയ്യില് എണ്ണയുണ്ട്. അങ്കിളിന്റെ കൈകളിൽ എന്നെ പുരണ്ടിട്ടുണ്ടല്ലോ. ആ കള്ളന്റെ കയ്യിൽ എണ്ണ പുരട്ടിയിരുന്നു. അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് വഴുതി പോയത്. മുല്ലപ്പൂ മണമുള്ള എണ്ണയാണല്ലോ. ഗുസ്തി മത്സരത്തിന് മുൻപ് ഫയൽവാൻ പുരട്ടാറുള്ളതാ. എണ്ണ എന്തിനാ വേസ്റ്റ് ആക്കുന്നത്? അത് തലയിൽ പുരട്ടിയാൽ നല്ലതല്ലേ? നല്ല മസിൽ പവറുള്ള കള്ളൻ. പിന്നെ ഈ എണ്ണയുടെ ഗന്ധം. ഈ കള്ളനാ ഗുസ്തിക്കാരൻ ഫയൽവാൻ തന്നെ ആയിരിക്കോ? നിനക്ക് രക്ഷപ്പെടാനാവില്ല എണ്ണ പുരട്ടും കള്ള. ഞങ്ങൾ തീർച്ചയായും നിന്നെ പിടിച്ചിരിക്കും. അമ്മാവാ, കാണാൻ നല്ല സ്മാർട്ട് ആയിട്ടുണ്ടല്ലോ. എന്റെ അനന്തരവാ, നിന്റെ കാര്യം അങ്ങനെ തന്നെയാ കേട്ടോ. ശരി, വരൂ നമുക്ക് മിഷൻ സ്റ്റാർട്ട് ചെയ്യാം. കള്ളനെ കൈ കിട്ടിയാൽ ഉടനെ എന്നെ അറിയിക്കണം. എന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഇരിപ്പുണ്ട്. ഞാൻ ഏറ്റവും പോലീസ് മാഡം. അമേരിക്കയിലെ സൂട്ട് കേസ് എത്ര വലുതാണല്ലേ. ഭയങ്കര ഭാരമായതിന്. അമ്മാവാ, കൺട്രോൾ. നിങ്ങൾ ഓവർ ആക്ടിംഗ് ആണല്ലോ. ഓവർ ആക്ടിംഗ് ചെയ്താലേ ആ കള്ളൻ വേഗം ഇങ്ങോട്ട് വരൂ. എങ്കിലേ നമുക്ക് അവനെ പിടിക്കാൻ കഴിയൂ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മിമിക്രി ബായുടെ ഗുസ്തി മാച്ച് കാണാൻ വേണ്ടി പോകാനായിട്ട്. കള്ളൻ, ഐ മീൻ തീഫ്. എടാ തേങ്ങാക്കൊല ഒലക്കേടെ മൂട് മുഖമൂടി നിക്കടാ അവിടെ. എടാ കൊച്ചത്താ. എടാ കൊച്ചേർക്ക, എന്തെങ്കിലും ചെയ്യടാ.
ജംഗലിന്റെ സ്പെഷ്യൽ ചോറിയം പൗഡർ. ആ കള്ളൻ ഓടി രക്ഷപ്പെട്ടല്ലോ. എടാ കൊച്ചേർക്ക, എന്തിനാ അവന്റെ മേൽ പൗഡർ ഇട്ട് മേക്കപ്പ് ചെയ്തു കൊടുത്തത്? എടാ പറ. അയ്യോ പോലീസ് മാഡം, അത് മേക്കപ്പിന്റെ പൗഡർ അല്ല, ഇത് ചൊറിയും പൗഡറാ. അരമണിക്കൂർ കഴിയുമ്പോ അത് പ്രവർത്തിക്കാൻ തുടങ്ങും. മാഡത്തിന്റെ കയ്യിലും എണ്ണ, ബെല്ലാങ്കളുടെ കയ്യിലും എണ്ണ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എന്റെ സംശയം ശരിയായിരുന്നു. കള്ളൻ പിടിക്കപ്പെട്ടു എന്ന് തന്നെ കരുതിക്കോളൂ. എന്ത് പിടിക്കപ്പെട്ടെന്നോ? അനന്തരവ ആ കള്ളൻ ഓടി രക്ഷപ്പെട്ടത് ആ കണ്ടില്ലേ? കള്ളൻ ഓടിപ്പോയ വഴിയുണ്ടല്ലോ, അത് നേരെ ഗോതയിലെത്താ. കള്ളനെ നമുക്ക് അവിടെ വെച്ച് പൂട്ടാം. കൂട്ടുകാരെ, ഇദ്ദേഹമാണ് ഫയൽവാൻ സുൽത്താൻ. ഇയാളാ മസ്കൂത്ത് ഫയൽവാനേക്കാളും ശക്തനെന്നാ തോന്നണത്. എടോ, തന്നെ കാണുമ്പോ എനിക്ക് എന്റെ വീട്ടിലെ ഉറുമ്പിനെ ഓർമ്മ വരുന്നത്. നിന്നെ കയ്യിലിട്ട് ഞെരിച്ചെടുക്കും ഞാൻ. നിങ്ങളുടെ വീട്ടിൽ ഉറുമ്പുണ്ടെങ്കിലേ വേഗം പെസ്റ്റ് കൺട്രോൾ ചെയ്യിക്കണോട്ടോ. എല്ലാ ഉറുമ്പും ചത്തുവെക്കോളും. നിന്നെ ഇവിടെ നിന്ന് ഇല്ലാതാക്കാൻ എനിക്ക് ഒരു സെക്കൻഡ് മാത്രം മതി. എടോ, നിന്നെ ഇല്ലാതാക്കാനൊന്നും സാധിക്കില്ല. പക്ഷെ നിനക്ക് സ്വയം എനിക്ക് ഓടി രക്ഷപ്പെടാം. വേണ്ട. നമ്മുടെ ശക്തിനാൽ സുൽത്താനെ പാഞ്ഞു കിട്ടത് കണ്ടല്ലേ? ഇനി ഈ ഫണ്ടൂസ് നഗറിൽ ഏതെങ്കിലും ഒരു ഫയൽവാനുണ്ടോ? ഈ ശക്തിനാലിനോട് ഏറ്റുപിടി ജയിക്കാൻ ആരാണുള്ളത്? എടോ, മത്സരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്ത്, നീയാണോ എന്നോട് മത്സരിക്കാൻ പോകുന്നത്? എന്റെ അമ്മവാ, നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാണ്? നീ ജീവിതത്തിൽ എന്തെങ്കിലും കുസ്തിക്ക് പങ്കെടുത്തിട്ടുണ്ടോ? നിന്റെ കയ്യോ കാലോ ഒടിഞ്ഞാലും ശരി, നാളെ നിനക്ക് ഞാൻ ലീവ് തരുന്ന പ്രശ്നമേ ഇല്ല. പക്ഷെ ബല്ല സാറേ, ഇത് നമ്മുടെ ഫണ്ടൂഷ് നഗറിന്റെ അഭിമാന പ്രശ്നമാണെന്ന് ഓർക്കണം. അയ്യോ, ഞാൻ ഈ തടിമാടനെ വെല്ലുവിളിക്കാൻ പാടില്ലായിരുന്നു. അയ്യോ, ഇങ്ങനെ പേടിക്കല്ലേ മാമ. ഒരു 5 മിനിറ്റ് നേരം ഇയാളുടെ മുന്നിൽ പിടിച്ചിരുന്നാ മതി. അത് കഴിഞ്ഞാൽ ചൊറിയും പൗഡർ പണി തുടങ്ങിക്കോളും. ഈ എണ്ണ പുരട്ടും കള്ളൻ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. ഓക്കെ അമ്മ, ഓൾ ദി ബെസ്റ്റ്. ഇയാൾ ചൊറിയാൻ തുടങ്ങിയല്ലോ. ശരീരത്തിൽ എണ്ണമയം ഉണ്ട്, അതും മുല്ലപ്പൂവിന്റെ വേണം. ഇത് തന്നെയാണ് നമ്മൾ അന്വേഷിച്ച കള്ളൻ. ഒന്ന് നിക്ക, ഞാൻ കുറച്ചു നേരം ഒന്ന് ചൊറിഞ്ഞോട്ടെ. അമ്മാവാ, ഈ ശക്തിലാൽ തന്നെയാണ് ബലാങ്ങളുടെ സൂട്ട്കേസ് മോഷ്ടിച്ചത്. ഇയാളെ പുറത്തേക്ക് വലിച്ചെറിയൂ. എന്തോ? ഒന്ന് നിൽക്കട കള്ളൻ ഗുസ്തിക്കാരാ.
വിജയായിരിക്കുന്നത് ഒന്നാമൻ. എന്റെ സൂട്ട്കേസ് തിരിച്ചതാണോ? ഓ, അവസാനം നീ ഞങ്ങളുടെ കയ്യിൽ തന്നെ വന്ന് പെട്ടല്ലോ വഴുതും കള്ള. ഇല്ല മാഡം, അകപ്പെടില്ല ഞാൻ. ഞാൻ ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ അകപ്പെടില്ല. എന്തിനാ എണ്ണ വേസ്റ്റ് ആക്കുന്നത്? പൊടി പുരട്ടിയേക്കാം. അമ്മാവാ, അവനെ പിടിക്കേ. അയ്യോ, ഞാൻ ഇന്നേ വരെ മുടിയിൽ പോലെ ഇത്ര എണ്ണ തേച്ചിട്ടില്ല. ഇന്ന് എണ്ണ കൊണ്ട് വസ്ത്രം അലക്കിയത് പോലെയായി. അയ്യോ, ദേ, അവൻ വെളിയെടുത്ത കാളയെ പോലെ ഓടി പോവുകയാണല്ലോ. ഇനി ഈ കാളക്കൂറ്റനെ പിടിക്കാൻ ഇവിടെ ആരാ ഉള്ളത്? ഓ, ഈ കാളയെ പിടിക്കാൻ ഒരു വഴിയുണ്ട്. വഴുതുംകള്ളന ജംഗ്ഷനിലേക്ക് എത്താറായിട്ടുണ്ട്. ഞാൻ ലെഫ്റ്റിലൂടെ പോവാം. പോലീസ് മാഡം നിങ്ങളെ റൈറ്റിലൂടെ വരൂ. ബെല്ലാങ്കിൾ നിങ്ങളെ കയറ് അയാളിലേക്ക് കൊടുക്കണം. നമുക്കങ്ങനെ അയാളെ പിടിക്കാം. എന്റെ അനന്തരവാ, നിന്റെ ഈ പ്ലാൻ ഫെയിലായല്ലോ. ആ എണ്ണ കാരണം നമുക്ക് അവനെ പിടിക്കാൻ പറ്റുന്നില്ലല്ലോടാ. ഇങ്ങനെയാണെങ്കിൽ ഈ വഴുതും കള്ളനെ നമുക്കൊരിക്കലും പിടിക്കാൻ പറ്റില്ലടാ. ഒരു വഴിയുണ്ട്. പോലീസ് മാഡം, ഒരു കാരണവശാലും അയാൾ ഈ നഗരം വിട്ട് പുറത്ത് പോവാതെ നോക്കണം. ഈ ന്യൂസ് പേപ്പർ എല്ലാവരും കയ്യിൽ കെട്ടിവെച്ചോളൂ. ഇതാ കള്ളന്റെ ബോഡിയിലുള്ള എണ്ണ മുഴുവൻ വലിച്ചെടുക്കും. പിന്നെ അയാളെ പിടിക്കാം. നിങ്ങൾക്ക് എന്നെ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല. ഞങ്ങൾ ഉറപ്പായും നിന്നെ പിടിക്കും. നിന്റെ ശരീരത്തിലെ എണ്ണ മുഴുവൻ വരണ്ടു കഴിഞ്ഞു. ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. എടാ ഒലക്കേടാ മൂട് തേങ്ങ കൊല എങ്ങോട്ടാടാ ഓടുന്നേ? എന്നെ വിട്, എന്നെ വിട്, വിട്. ഇനി നീ ഞങ്ങളുടെ പിടിവിട്ട് ഓടി രക്ഷപ്പെടുന്നത് ഞാനൊന്ന് കാണട്ടെ. നിയമത്തിന്റെ പിടിയിൽ നിന്നും ഈ പോലീസിന്റെ തൊഴിൽ നിന്നും ആർക്കും രക്ഷയില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? അതെ, പെർഫെക്റ്റ്. ഓക്കേ.